പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനെ ലോകത്തെ സമർപ്പിച്ചതുവഴി വലിയൊരു ആണവയുദ്ധം വഴിമാറിയ സംഭവം ലോക ചരിത്രത്തിൽ ഉണ്ട്. 1984 മാർച്ച് 25 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ലോകത്തെ മറിയത്തിന്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചത്. ഇതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. 1983 സെപ്റ്റംബർ 1 ആംഗ്രേജിൽ നിന്ന് സിയോളിലേക്ക് പറന്നുയർന്ന കൊറിയൻ എയർലൈൻസ് ബോയിങ് 747 വിമാനം 269 പേരുമായി പോകേണ്ട റൂട്ടിൽ നിന്ന് വഴിതെറ്റി സോവിയറ്റ് വ്യോമാതിർത്തി ലംഘിച്ച് മറ്റൊരു ദ്വീപിന് മുകളിലൂടെ പറന്നതിനെ തുടർന്ന് റഷ്യൻ യുദ്ധവിമാനം ഈ സിവിലിയൻ വിമാനം വെടിവെച്ച് വീഴ്ത്തുകയും 269 പേരും കൊല്ലപ്പെടുവാനും ഇടയായി. ഈ സംഭവത്തെ തുടർന്ന് ഗ്രേറ്റ് ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെ 5 യൂറോപ്യൻ രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മീഡിയം റേഞ്ച് മിസൈലുകൾ വാങ്ങാൻ പദ്ധതിയിടുകയും റഷ്യയ്ക്ക് മറുപടി കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതേസമയം സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെയായിരുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ലോകത്തെ മറിയത്തിന്റെ വിമലഹൃദയത്തിനെ പ്രതിഷ്ഠിച്ചതും. അപ്രതീക്ഷിതമെന്ന് പറയട്ടെ, 1984 മെയ് 13 റഷ്യയുടെ സൈനിക ശക്തിക്ക് കനത്ത തിരിച്ചടിയായി ഫിൻലൻഡിനടുത്ത ബാരൻസ് കടലിൽ സ്ഥിതി ചെയ്യുന്ന സെവറോമോർസ്ക് നാവിക താവളത്തിൽ സോവിയറ്റ് യൂണിയന്റെ നോർത്തേൺ ഫ്ലീറ്റിനെ തീപിടുത്തമുണ്ടായി. ഈ തീപിടുത്തത്തോടെ റഷ്യയുടെ ആയുധശേഖരം കത്തിനശിച്ചു. 900-ൽ അധികവും വിമാനവേധ മിസൈലുകളിൽ 580 എണ്ണവും ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള 400 ഉപരിതല മിസൈലുകളിൽ 320 എണ്ണവും ഈ ദുരന്തത്തിൽ നശിച്ചു. 300ഓളം സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. റഷ്യയുടെ ആണവായുധ ശേഖരമാണ് ആ തീപിടുത്തത്തിൽ നശിച്ചത്. പിറ്റേ വർഷം 1985 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലോകത്തെ മാതാവിന്റെ വിമലഹൃദയത്തിനെ സമർപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ആണവയുദ്ധം ഉണ്ടാകുമായിരുന്നുവെന്ന് ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട കുട്ടികളിൽ ഒരാളായ സിസ്റ്റർ ലൂസിയയ്ക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തുകയും ചെയ്തു.